ഉപതെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചിലവുകളും അതിന് ഉത്തരവാദികളായവർ തന്നെ വഹിക്കണം. ഓരോരുത്തരുടെ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കാനാകില്ല. ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിക്കുന്നവർ രാജിവെക്കുന്ന മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവുകളും ആ വ്യക്തിയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പാർട്ടിയോ വഹിക്കേണ്ടതാണ്. ഇന്ത്യയിൽ പലപ്പോഴായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. പല പ്രമുഖരും ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുക, രണ്ടിലും ജയിച്ചാൽ ഒരെണ്ണം തന്റെ ആശ്രിതർക്ക് കൈമാറുക. പരാജയഭീതി മൂലമാണ് പല നേതാക്കളും ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ തയ്യാറാകുന്നത്. ഇതിനൊരു മാറ്റം വരണം. ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രാജിവെക്കുന്ന മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിലവുകൾ മുഴുവൻ രാജിവെച്ച വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയോ വഹിക്കണമെന്നുള്ള നിയമം വരണം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മുഴുവൻ നടക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് എന്തിനാണ് രാജ്യ പുരോഗതിക്കായി ചെലവഴിക്കേണ്ട കോടിക്കണക്കിന് നികുതി പണം അനാവശ്യമായി ചെലവഴിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പട്ടിണി കിടക്കുന്നത്. അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ കടത്തിണ്ണകളിലും ചെറ്റക്കുടലുകളിലുമാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോഴാണ് ചില രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അവരിൽ ചിലർ 2 മണ്ഡലങ്ങളിലും ജയിക്കുന്നു. ഈ മത്സരിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണെന്ന്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഘോര പ്രസംഗങ്ങൾ നടത്തും. എന്നാൽ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് അയച്ചു കഴിയുമ്പോൾ ഇവർ പാവപ്പെട്ടവർക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം മറന്നുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കുകയും 2ഇടത്തും വിജയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേഠിയിൽ നിന്നും സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോൾ അഭയം നൽകിയത് വയനാട്ടുകാരായിരുന്നു. എന്നാൽ ആ വയനാട്ടുകാരെ ചതിച്ചിട്ടാണ് അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടാണ് ഇപ്പോൾ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് കൂടുമാറിയിരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഇക്കുറിയും ആ പരാജയം നടത്തിയിരുന്നു. അതിനാലാണ് അമേഠിക്ക് പകരം റായ്ബറേലി തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ കേരളത്തെ 2 അസംബ്ലി മണ്ഡലങ്ങളിലും ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പാലക്കാടും ചേലക്കരയും. ഈ 2 മണ്ഡലങ്ങളിലെ MLA-മാരായ ഷാഫിയും കെ രാധാകൃഷ്ണനും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ആ 2 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തു തന്നെയായാലും, എത്ര വലിയവനായാലും ചെറിയവനായാലും ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ രാജിവെക്കുന്ന മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലുള്ള പണം മുഴുവൻ അതിന് ഉത്തരവാദികളായവരുടെ പക്കൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈടാക്കുക തന്നെ വേണം. ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയുടെ സഹായം സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാണ്.